സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ് കേട്ടോ. ഒരു സിനാരിയോ ബേസ്ഡ് ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. വീക്കിലി ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത്. ഹൈ ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നോർസെറ്റ് 11 എക്സാമിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം നോർസെറ്റ് 9 എക്സാം കഴിഞ്ഞു, നോർസെറ്റ് 10 എക്സാം ആണ് ഇനി വരാനായിട്ടുള്ളത് അല്ലേ. അതായത് ഏപ്രിൽ മാസം 13-ാം തീയതിയാണ്, സോറി ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് നോർസെറ്റ് 10 എക്സാമിന്റെ പ്രിലിമിനറി നടക്കുക. അപ്പോൾ നിങ്ങൾ നോർസെറ്റ് 10, ഓക്കെ, നോർസെറ്റ് 10 ആകുന്നതിന് മുന്നേ നോർസെറ്റ് 11നെ കുറിച്ച് പറയുകയാണോ എന്ന് ഓർക്കും അല്ലേ. സോ ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കുറച്ച്, അതായത് സബ്ജക്റ്റുമായിട്ട് അധികം ടച്ച് ഇല്ലാത്ത നമ്മുടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ. അതായത് അവർക്ക് കുറച്ച് സമയം വേണം പഠിച്ചെടുക്കാനായിട്ട്, പിന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം എന്നുള്ള കുറച്ച് കുട്ടികളുണ്ടാവും. എനിക്കറിയാം അത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റവും നല്ലത് നമുക്ക് എത്രയും വേഗം നമ്മൾ ഒരു ജോലിക്ക് കയറുന്നത് തന്നെയാണല്ലേ. അതായത് നോർസെറ്റ് 10 എക്സാമിനേഷൻ ഏപ്രിൽ മാസം 11-നാണ് അതിന്റെ പരീക്ഷ നടക്കുക. ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ അതിന്റെ റിസൾട്ട്, പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അങ്ങനെ, അതായത് നോർസെറ്റ് 10 എഴുതി ജോലിക്ക് പ്രവേശിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് അതിനൊരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ നോർസെറ്റ് 11 നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ നോർസെറ്റ് 10 മിസ്സാക്കിയിട്ട് നോർസെറ്റ് 11 ലോങ് ടേം ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. ഒന്നാമത് സീനിയോറിറ്റി അല്ലേ. നമ്മളെപ്പോഴും എത്രയും പെട്ടെന്ന് നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ടുള്ള സീനിയോറിറ്റി നമുക്ക് കിട്ടും. പിന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 1-1.25 ലക്ഷം രൂപയോളമായിരിക്കും നമ്മുടെ സാലറി എന്ന് പറയുക. അപ്പൊ 6 മാസത്തെ സാലറി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 7.5 ലക്ഷം രൂപയോളം അല്ലെ, ഒരു 7.5 ലക്ഷം രൂപയോളം നഷ്ടം ഉണ്ടാവും. നോർസെറ്റ് 10 നിങ്ങൾ ക്രാക്ക് ചെയ്ത് കയറാതെ നോർസെറ്റ് 11 വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ചിലവരൊക്കെ ഉണ്ടാകും, നമുക്ക് കുറെ എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നോർസെറ്റ് 10 വേണ്ട, കാരണം കുറച്ച് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്ത് മാത്രമേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ, ആ ഒരു കോൺഫിഡൻസ് ലെവലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ്. സോ നമുക്ക് നോർസെറ്റ് 11 നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നോർസെറ്റ് 11 എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞില്ല അല്ലേ. നോർസെറ്റ് 11 എക്സാം വരുന്നത് 2026 സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ് കേട്ടോ. നോർസെറ്റ് 11 എക്സാമിന്റെ പ്രിലിമിനറി വരിക 2026 സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ്. മെയിൻ എക്സാം വരിക സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ്. അപ്പോൾ ഏകദേശം ഒരു 11 മാസമാണ് നമുക്ക് നോർസെറ്റ് 11 വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. നോക്കിക്കേ, അപ്പൊ ഇത് എങ്ങനെ ഈ ഒരു 11 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഒരു ടോപ്പ് റാങ്ക് നേടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു എയിംസിൽ എങ്ങനെ ജോലി ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാനൊരു ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു റോഡ് മാപ്പ് ടു സക്സസ് ആണ്. നമുക്ക് വിജയത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താം കേട്ടോ, വിജയത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ബേസിക്കലി ഈ ഒരു നോർസെറ്റ് 11 ബാച്ച് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ലോങ് ടേം ബാച്ച് ആണ്. അപ്പൊ കുറച്ച് ടൈം എടുത്ത് വേണം അതിന് പ്രിപ്പയർ ചെയ്യാൻ എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ്. സോ അതിന് ഒരു ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്നുള്ള നിലയിൽ നമുക്ക് ഒരു 1 to 2 months നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. എന്താണ് ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറയുക എന്ന് വെച്ചാൽ, ഇപ്പൊ അവരൊക്കെ ചിലപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് കുറച്ച് ചെറിയ ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് പെട്ടെന്ന് കടക്കാൻ കഴിയാത്തവർക്കാകാം. സോ അങ്ങനെയുള്ളവർക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം ഉണ്ടാകണം. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ച് നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു 1 to 2 months കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമാണെങ്കിലോ ഒരു ഇന്റൻസീവ് സ്റ്റഡി ആൻഡ് ക്ലിനിക്കൽ ഫോക്കസ്, അതായത് ഇതിനകത്ത് ബേസിക്കലി ഒരു 3 to 8 months ഇതാണ് നമ്മുടെ കോർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ വരിക. അവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഇൻഡെപ്തില് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡീസ് ഉണ്ടാകണം. അതിൽ എല്ലാ സബ്ജക്ട്സും നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കണം. അത് കൂടാതെ നമുക്ക് അറിയാമല്ലോ, സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും അല്ലേ. സോ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻസ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഒക്കെ ഒരു 3 to 8 months ടൈം പീരീഡിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിയർലി ഒരു 5 to 6 months ആണ് നമുക്ക് അതിനുവേണ്ടി ലഭിക്കുക. അവിടെയാണ് നമ്മുടെ ഒരു പഠനത്തിന്റെ ഒരു ഹാർട്ട് അല്ലെങ്കിൽ കോർ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് നമ്മുടെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പ്രിലിമിനറി എക്സാം നമ്മൾ എഴുതാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള ടൈം ആയിട്ടുണ്ടാവും. ഒരു 9 to 10 months ഒരു പ്രിലിമിനറി എക്സാമിന്റെ ഒരു ടൈം ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു പ്രിലിം എക്സാം ബേസ് ചെയ്തിട്ടുള്ള
ക്വസ്റ്റ്യൻസ് വർക്കൗട്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, പഠനം, റിവിഷൻ കാര്യങ്ങളുടെയൊക്കെ ആവശ്യം ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷമാണെങ്കിലോ നമ്മൾ മെയിൻ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. അപ്പം മെയിൻ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡിസ്ചാർജിന് വേണ്ടിയുള്ള പ്ലാനിങ് നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ? എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക? അതായത് നമ്മളൊരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യന്റ് ഡിസ്ചാർജിന് വേണ്ടിയുള്ള പ്ലാനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ ഈ നോർസെറ്റ് 11 എക്സാമിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ മെയിൻ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? നമ്മൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. പക്ഷേ ഇതെന്താണ്? എക്സ്റ്റെൻസീവ്ലി ഫോർ ദിസ് മെയിൻ എക്സാം പ്രിപ്പറേഷൻ. അതായത് ഒരു സിനാരിയോ ബേസ്ഡ്, ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക, പിന്നെ റിവൈസ് ചെയ്യുക ടോപ്പിക്സ്, ആ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി ഒരു 10 to 11 മന്ത്സിൽ വരിക. പിന്നെ ലാസ്റ്റ് ഒരു സക്സസ് ആണ്. അപ്പം ഇത് നമ്മൾ ഈ ഒരു നോർസെറ്റ് 11 അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വെറുതെ എക്സാം എഴുതാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അല്ല, നമ്മൾ അവസാനം ജോലിക്ക് കയറാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. സോ അത് നമ്മുടെ മുന്നിൽ ആദ്യമേ നമ്മൾ കണ്ടിരിക്കണം. ആ ഒരു സക്സസ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഫേസ് 1 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ, ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ഒരു ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് സ്ട്രോങ് ആയിട്ട് പഠിച്ചു വയ്ക്കുക, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്കെഡ്യൂളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു 3 to 8 മന്ത്സ്, അതായത് നെക്സ്റ്റ് ഒരു 5 to 6 മന്ത്സ് ടൈം പീരീഡ് ആണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം എന്ന് പറയുക. ഇൻ ഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡീസ്, പ്രത്യേകിച്ച് ക്ലിനിക്കൽ സബ്ജക്ട്സ് ഒക്കെ ഓറിയന്റ് ചെയ്തിട്ടുള്ള ഇൻ ഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി. പിന്നെ നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് വളരെ നിങ്ങൾക്കറിയാം, ഒരു പ്രിലിമിനറി എക്സാമിന് 80:20 ആണ് അല്ലേ? 80 ക്വസ്റ്റ്യൻസ് നഴ്സിംഗും 20 ക്വസ്റ്റ്യൻസ് നോൺ നഴ്സിംഗും ആണ്. അപ്പോൾ പക്ഷേ മെയിൻ എക്സാമിന് നോൺ നഴ്സിംഗ് ഇല്ല. അപ്പം ഈ നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് പ്രിലിമിനറിക്ക് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, അതിനുവേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരിക്കണം. സോ നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് നമ്മൾ കവർ ചെയ്യണം. പിന്നെ സബ്ജക്ട് വൈസ് പ്രാക്ടീസ് MCQ, നമ്മൾ സബ്ജക്ട് വൈസ് തന്നെ MCQs പ്രാക്ടീസ് ചെയ്തിരിക്കണം. മോക്ക് ടെസ്റ്റ് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുക? നമുക്ക് സമയമുണ്ട്, ഒരു 5 to 6 മന്ത്സ് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ വീക്ക് ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ? വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അത് കറക്റ്റ് ചെയ്യുക. നമ്മുടെ വീക്ക് ഏരിയാസ് നമ്മൾ സ്ട്രോങ് ഏരിയാസ് ആയിട്ട് മാറ്റുക. പിന്നെ അത് നമ്മൾ ഈ ഒരു വീക്ക് ഏരിയാസ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീക്ക് ഏരിയാസ് സ്ട്രോങ് ആയിട്ട് മാറും. അതുകൂടാതെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ട സമയമാണ് ഒരു 3 to 8 മന്ത് പീരീഡ് എന്ന് പറയുക. അതിനുശേഷം വീണ്ടും നമ്മൾ എക്സാം മോഡിലേക്ക് അല്ലെങ്കിൽ എക്സാം മൂഡിലേക്ക് വന്നു കഴിഞ്ഞു. ഒരു പ്രിലിമിനറി എക്സാം സ്ട്രാറ്റജിയാണ് ഒരു 9 to 10 മന്ത്സ് എന്ന് പറയുക. അവിടെ നമ്മൾ ഒരു ഫോക്കസ്, ഒരു സ്റ്റേജ് 1 എക്സാമിന് ഫോക്കസ് ചെയ്യുക. നമുക്കറിയാം 80:20 ആണ്. അതിൽ നഴ്സിംഗ്, പിന്നെ GK, ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്, അത് നിങ്ങളുടെ സൗകര്യാനുസരണം ഒറ്റ സ്ട്രെച്ചിൽ മേ ബി ഒരു 25 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അതേസമയം ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണോ ആ രീതിയിൽ അത്രയും ക്വസ്റ്റ്യൻസ് ആ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി നമുക്ക് ഏകദേശം ഒരു 2 മാസം കിട്ടും. അത് തന്നെ മോർ ദാൻ ഇനഫ് ആണ് കേട്ടോ. അപ്പം ഒരു ലോങ് ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അത് അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത്. അല്ല, ഒരു 2 ദിവസം കൂടുമ്പോൾ ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. അതുകൂടാതെ ഫൈനൽ ഷോർട്ട് നോട്ട്സ് റിവിഷൻ ഒക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് തന്നെ പോവുക. ആ പോയിന്റ്സ് നമുക്ക് റിവൈസ് ചെയ്യേണ്ട സമയമാണ് ഈ ഒരു പ്രിലിമിനറി എക്സാം സ്ട്രാറ്റജി എന്ന് പറയുക. പിന്നെ വരുന്നത് മെയിൻ എക്സാം പ്രിപ്പറേഷൻ ആണ്. നമ്മുടെ ടുവേഴ്സ് ദ എൻഡ് ആണ്. എന്താണ്? സക്സസിന്റെ ടുവേഴ്സ് ദ എൻഡ് ആണ്, അല്ലെങ്കിൽ സക്സസിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഈ ഒരു മെയിൻ എക്സാം എന്ന് പറയുക. സോ അതിൽ നമ്മൾ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പ്രയോറിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരും കേട്ടോ, എങ്ങനെയാണ് നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാനായിട്ട് കഴിയുക. പിന്നെ ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ മെയിൻ എക്സാമിലേക്ക് പോകുമ്പോഴത്തേക്ക് ടൈം കിട്ടണം എന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കുട്ടികളൊന്നും ആരും കംപ്ലൈന്റ് പറഞ്ഞില്ല. എങ്കിലും നമ്മൾ ഒരു ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. പിന്നെ ഫൈനലിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഫൈനൽ റിവിഷനും കൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കുക എന്താണ് 100% നമ്മൾ സക്സസിലേക്ക് എത്തി, നമ്മൾ നഴ്സിംഗ് ഓഫീസറായിട്ട് എയിംസിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളത് അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ട്രൈ ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു റോഡ് മാപ്പ് ടു സക്സസ് എന്ന് പറയുക. അതുകൂടാതെ ഈ എക്സാം പ്രിപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ നോർസെറ്റ് 11 എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതായത് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ശരിക്കും റിവിഷൻ ഉണ്ടാകും, പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും. അതുകൂടാതെ മോഡൽ ടെസ്റ്റ്, അതായത് നോർസെറ്റിന്റെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ സെൻട്രൽ എക്സാംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, എക്സാംസ് ആയിട്ട് നടത്തുന്നതായിരിക്കും. സോ അതിന്റെ ഡിസ്കഷൻസ് ഉണ്ടാകും. അതൊക്കെ വളരെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ്
എഫക്റ്റീവ് ആകുന്ന സ്ട്രാറ്റജീസ് ആണ് കേട്ടോ. ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാകും, പിന്നെ ഫ്രീ നോട്ട്സ് ഉണ്ടാകും, പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, റാങ്ക് ബൂസ്റ്റർ പാക്ക് ഉണ്ടാകും, പിന്നെ മോഡൽ എക്സാംസ്, മെന്റർ സപ്പോർട്ട്, റിവിഷൻസ്, കൂടാതെ ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു എയിംസിലെ നോർസെറ്റിൽ അല്ലെങ്കിൽ എയിംസിലെ നഴ്സിംഗ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഈ ലോങ് ടേം ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ നമ്മളൊരു ബാച്ച് ഇവിടെ തന്നെ തുടങ്ങുകയാണ്. സോ അതിന് വേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ.